അള്ളാഹു മുദബ്ബിറാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. കാലം മുഴുവനും ഒരേ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ ഭൂമിക്കൊരു ഭംഗിയുണ്ടാവില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ എണ്ണപ്പെടുന്ന ഇസ്മുകൾ വേറെയും വന്നിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് സുനന് തുർമിദിയിലെ ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അസ്മാഉൽ ഹുസ്നയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദതൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 ഇസ്മുണ്ട്, 100-ൽ 1 കുറവ്. ആ 99 ഇസ്മുകൾ ആരാണോ ശരിക്കും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് അവർക്ക് സ്വർഗമുറപ്പാണ് എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞ 99 ഇസ്മുകളാണ് സാധാരണ നമ്മൾ ചൊല്ലിപ്പോരുന്നത്. പക്ഷെ വേറെയും റിവായത്തുകളിൽ ഈ 99-ൽ പറയാത്ത ഇസ്മുകളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ കുറച്ച് ഇസ്മുകൾ അതും കൂടെ പറയാം, പഠിക്കാം എന്നാഗ്രഹിക്കുന്നുണ്ട്. അൽ വാലി സുബ്ഹാന, അള്ളാഹു വാലിയാണ്, സംരക്ഷകനായ അള്ളാഹു സംരക്ഷകനാണ്. വിലായത്ത് എന്ന് പറഞ്ഞാൽ മുത്ലഖുൽ മിൽക്കിയ വ തസറുഫ്, ഒരു വിഷയത്തിൽ പരിപൂർണമായ അധികാരവും ആ വിഷയത്തിൽ ഇടപെടാനുള്ള കഴിവും ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയ എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വാലിയാണ്. അല്ലദി യുദബ്ബിറു ഉമൂറൽ ഖൽഖി വയതവല്ലാഹ. പ്രപഞ്ചം സൃഷ്ടിപ്പ് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ നടത്തിപ്പ് വലിയൊരു അത്ഭുതമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിച്ചു കഴിഞ്ഞുകൊണ്ട് ഇട്ടുപോകല്ലോ, അതിൻ്റെ നടത്തിപ്പ്, അതിനാണ് തൗലിയത്ത് അല്ലെങ്കിൽ വിലായത്ത്, അതിനെ ഏറ്റെടുത്ത് നടത്തുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് വാലി, അള്ളാഹുവാണ് അതിൻ്റെ വലിയ, അള്ളാഹുവാണ് മൗല എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ മൊത്തം ആശയം അധികാരവും ഇടപെടലും സാധ്യമായ അല്ലെങ്കിൽ അതിനെല്ലാ തരത്തിലുമുള്ള യോഗ്യതയുമുള്ളവനായ അള്ളാഹു ജല്ല ജലാലു. അപ്പൊ അള്ളാഹു തആല ഇടപെടണമെങ്കിൽ അള്ളാഹു അലീമായിരിക്കണം, അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഇൽമ് അതുമായി ബന്ധിച്ചിരിക്കണം. ഇൽമ് മാത്രം പോരാ, ഖബീറുമാവണം. അള്ളാഹു എല്ലാ തരത്തിലും അതിൻ്റെ പരിചയം എന്ന് പറയില്ലേ, നമ്മുടെ പരിചയം, നമ്മുടെ തജ്രുബ എന്നത് ഹാദിസാണ്, ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. അള്ളാഹു തആലയുടേത് അങ്ങനെയല്ല. മനുഷ്യന്റെ തജ്രിബത്ത്, മനുഷ്യൻ ഖബീറാണ്, ഖിബ്റ എന്നാണ് പറയാ, മനുഷ്യന്റെ എക്സ്പീരിയൻസ്. ഖിബ്റത്ത് എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ്. അള്ളാഹുവിൻ്റെത് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെത് സ്റ്റേബിളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീമാണ്, അള്ളാഹുവിൻ്റെ മുമ്പൊരു സമയം എന്ന് ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെയാണ്. അതാണ് നമ്മുടെ അഖീദ, നമ്മുടെ ക്രീഡ്, നമ്മുടെ വിശ്വാസം. അതാ അള്ളാഹുവിൻ്റെ ക്രിയേഷൻ പെർഫെക്റ്റ് ആണ്, അതിൽ മാറ്റമില്ല, അതിൽ അപ്ഡേഷന്റെ ആവശ്യം വരുന്നില്ല. എന്തേ? അള്ളാഹുവിൻ്റെ ഖിബ്റത്ത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പരിപൂർണമായ എക്സ്പീരിയൻസും അറിവും ഉണ്ടെങ്കിലേ ഒരു വിഷയത്തിന്റെ വിലായത്ത്, അതിന്റെ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല വാലിയാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടക്കുക മാത്രമല്ല, അതിന്റെ കണ്ടിന്യൂറ്റി, അതിന് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പർപ്പസ് ജനങ്ങൾക്ക് ലഭിക്കുകയും വേണം. അത് മഴയാണെങ്കിൽ അത് വെയിലോ ചെടികളോ പക്ഷികളോ സസ്യലതാദികളോ മത്സ്യങ്ങളോ എയറോ അന്തരീക്ഷമോ സ്പേസോ എന്തോ ആവട്ടെ, ഇതിനൊക്കെ അള്ളാഹു ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട്. ആ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടുപോവുകയാണ്. അതിന് പിന്നെ അപ്ഡേഷൻ വരേണ്ട കാര്യമില്ല, അതാണ്, അത് വരുന്നില്ല. റബ്ബിന്റെ ശരീഅത്ത് അങ്ങനെ. അതുകൊണ്ടാണ് എന്തിപ്പോ ഖുർആൻ മാറ്റാത്തത്. അള്ളാഹുവിന് മാറ്റേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ കലാമിന് 2024-25 ആയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഭയങ്കര മോഡേണെന്ന് പറയും. അപ്പൊ 2050 ആവുന്നവർ എന്തായിരിക്കും പറയാം? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹ് ഈസ് ദ മോസ്റ്റ് അപ് ടു ഡേറ്റ്, ദ മോസ്റ്റ് അപ്ഡേറ്റഡ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റ് എന്ന് പോലും പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഇൽമ് സ്റ്റേബിളായ ഇൽമാണ്, മാറേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ ഓരോ ദിവസവും അറിവ് കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ല അള്ളാഹുവിന്റെ ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമ് ഖദീമാണ്, നമ്മുടെ ഇൽമ് ഹാദിസാണ്. ഹുദൂസും ഖിദമുമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഹാദിസാണ്, പുതുതായി ഉണ്ടായതാണെന്നതിന് പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹു ഖദീമാണ്, അതിന് പണ്ടേ ഉള്ളവൻ എന്നാ പറയാ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സമയം ഉണ്ടാക്കിയ സൃഷ്ടാവാണ്. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി സമയം ചോദിക്കുന്നതിന് അബദ്ധമാണ്. സമയം ഉണ്ടാക്കിയത് പടച്ചവനാണ്. അത് അള്ളാഹ് ഇന്നലെ ഉണ്ടോ മിഞ്ഞാന്നുണ്ടോ നാളുണ്ടോ എന്ന് സമയം ഉണ്ടാക്കിയ ഒരാളെ പറ്റി എങ്ങനെ ചോദിക്കും? സമയം ഉണ്ടായതല്ലേ, സമയം ഹാദിസാണ്. ബിഗ് ബാങ് ശരിയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ അല്ലാഹു ആലം, അതിന്റെ മുമ്പ് സമയമില്ല. സമയം, ടൈം ഹാസ് ബീൻ ക്രിയേറ്റഡ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ്.
സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു വലിയൊരു ഡിബേറ്റ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വർഷങ്ങളോളം ജയിലിൽ പോയി കിടന്നിട്ടുണ്ട്. എന്തിനാ അതിന്റെ ആവശ്യം? ഖുർആൻ സൃഷ്ടിയാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അപ്ഡേഷൻ നിർബന്ധമാണ്. സൃഷ്ടികൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പച്ചയായത് മഞ്ഞയാവും, പിന്നെ ഉണങ്ങും, ദ്രവിക്കുമില്ലാതെയാവും. ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എല്ലാ സൃഷ്ടികൾക്കും. നമുക്കൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ മൊബിലിറ്റിയിൽ, ഇതിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ വേറൊരു വാദം വരും, ഖുർആൻ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം വരും. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ജയിലിൽ പോയാലും തിരക്കേടില്ല, ഖുർആൻ സൃഷ്ടിയാണെന്ന് സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. സൃഷ്ടിയല്ല, അള്ളാഹു സൃഷ്ടിയല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണമാണ് റബ്ബിന്റെ കലാം. അള്ളാഹുവിന്റെ സംസാരം റബ്ബിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് റബ്ബിന്റെ സൃഷ്ടിയും ഖദീമാണ്. ഖദീമായത് തിരുത്താൻ പറ്റൂല. അത് തജദ്ദുദോ, അതിൽ പുതുമയോ അതിന് ബാധിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അള്ളാഹു തആല വാലിയാണ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ സംബന്ധിച്ച് അസ്മാഉൽ ഹുസ്നയിലെ അൽ വാലി സുബ്ഹാന, അള്ളാഹു വാലിയാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ഇതിന്റെ സംരക്ഷകനാണ്. സംരക്ഷകനാണെങ്കിൽ അയ്യകൂന ആലിമൻ വ ഖബീറൻ, അറിവുണ്ടായിരിക്കണം, ഖിബ്റത്തും ഉണ്ടായിരിക്കണം, പരിചയവും ഉണ്ടാവണം, സൂക്ഷ്മജ്ഞാനം ഉണ്ടാവണം. ഈ രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വരാത്ത, സ്ഥാപിതായ, സ്റ്റേബിളായ, എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഖദീമായ വിശേഷണമാണ്. അതുകൊണ്ട് നമ്മുടെ വിശേഷണങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പലതും ഇന്നലെ ചെയ്തത് നമ്മൾ ഇന്നലെ ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇന്ന് നമുക്ക് കൂടുതൽ പരിചയം വരുമ്പോൾ നമ്മൾ പറയും, ഓ അത് ശരിയായിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല, അത് ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയും. അള്ളാഹുവിനെ സംബന്ധിച്ചോളം അത് ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖിബ്റത്തുൽ ഇൻസാനി സിഫത്തുൻ തതനാമ, മനുഷ്യരുടെ പരിചയം എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. വഇന്നമാ ഖിബ്റത്തുല്ലാഹി ഖദീമ, അള്ളാഹുവിന്റെ ഖിബ്റത്ത്, റബ്ബിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഖദീമാണ്, പഴയതാണ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിലായത്ത് സാധ്യമാവുക. അള്ളാഹു വാലിയാണ് സുബ്ഹാനഹു വ തആല. അൽ വിലായ തുശ്ഇറു ബിതദ്ബീരിൽ ഉമൂർ വതുശ്ഇറു അന്ന അല്ലാഹ യതവല്ല ഉമൂറ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അള്ളാഹു വാലിയാണ് എന്ന് മനസ്സിലാവുക. ഒരു കാറ്റടിക്കുന്നത്, ഒരു മേഘപടലം കടന്നു പോകുന്നത്, മഴ പെയ്യുന്നത്, അതിൻ്റെ എത്ര മില്ലിമീറ്ററാണോ മഴ പെയ്യുന്നത്, അതിൻ്റെ കൃത്യമായ വോള്യം, കാറ്റിൻ്റെ അളവ്, ചൂടും തണുപ്പും, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും കൃത്യമായ അളവിലും തൂക്കത്തിലും അല്ലാഹ് നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ കാറ്റടിച്ച വിഷയമല്ല. ഒരു ഇല വീഴുന്നത് പോലും വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ വയഅലമുഹ, അല്ലാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ലെന്ന് സുബ്ഹാന അല്ലാഹു തആല പറയാണ്. ഒരു ലോ നമ്മൾ പഠിക്കണം. ഒരു മനുഷ്യനിൽ തിരുത്താൻ പറ്റുന്നതായ ഒരു സ്വഭാവം, ഒരു മോശമായ സ്വഭാവമാണ്, അത് തിരുത്താൻ പറ്റും. അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഉപദേശിക്കണം. നേരെമറിച്ച് അയാൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് ആ മനുഷ്യനിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സ്രഷ്ടാവിന് നമ്മൾ വന്ദിക്കണം. ഒരു മനുഷ്യൻ ഹാൻഡിക്യാപ്പാണ്, അങ്ങനെന്തേ ഒരു കൈ ഇല്ലാത്തത്, ഒരു കൈ വെച്ചൂടെ, അത് വെപ്പ് കൈയല്ലേ ആവുള്ളൂ, ഒറിജിനൽ ആവൂല. നിന്റെ തൊലി നിറന്തേ ഇങ്ങനെ ആയിപ്പോയത്, നിന്റെ മൂക്കെന്തേ ഇങ്ങനെ, നിന്റെ കണ്ണെന്തേ ഇങ്ങനെ എന്ന് ഒരു മനുഷ്യരെ തിരുത്താൻ കഴിയാത്തതൊരു മനുഷ്യരിൽ കാണുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണെന്നും അതിന്റെ സൃഷ്ടാവിനെ വന്ദിക്കുക. സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവേ ഇത് നിന്റെ സൃഷ്ടിപ്പാണ് റബ്ബേ, ഇതിൽ ഞാൻ ഇടപെടാൻ പാടില്ല. നേരെമറിച്ച് ഒരാൾക്ക് തിരുത്താൻ പറ്റുന്ന വിഷയമാണ്. കളവ് പറയുന്നുണ്ട്, കളവ് പറയരുത് എന്ന് ഒരാളോട് പറയണം. സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റുന്നതിൽ സൃഷ്ടികൾ ഇടപെടും, സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റാത്തതിൽ സൃഷ്ടാവിനെ നമ്മൾ സ്തുതിക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം. എല്ലാ വസ്തുവിലും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമുക്ക് കാണാൻ കഴിയണം. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. എല്ലാ കാര്യത്തിലും നമുക്ക് തെളിവുണ്ട്, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവ് എല്ലാറ്റിലുമുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ പ്രകൃതത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ കഴിവുകളിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളിലും അള്ളാഹുവിനേക്കുള്ള ദലാലത്തെ നമുക്ക് കാണാൻ കഴിയണം. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്.
ഈമാനിന്റെ ഏറ്റവും വലിയ അടയാളം മഹാന്മാർ പറയും അൻ തതജാവസൽ ഖൽഖ ഇലൽ ഹഖ്, സൃഷ്ടികളെ മറികടന്ന് സ്രഷ്ടാവിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത്. അൻ തതജാവസ നിഅമത ഇലൽ മുൻഇം, ഒരു നിഅമത്ത് കാണുമ്പോൾ ആ നിഅമത്തിന്റെ അപ്പുറത്ത് ഇത് തന്ന ആളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത്. അൻ തതജാവസ തൈസീറ ഇലൽ മുയസ്സിർ, ഒരു കാര്യം നമുക്ക് ഈസിയായി കിട്ടി, അത് ഈസിയാക്കി തന്നതാരാണ് എന്ന അടിസ്ഥാനപരമായ അതിന്റെ പിന്നിലുള്ള റബ്ബിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നത്. അത്തക്വീന ഇലൽ മുകവ്വിൻ, പ്രപഞ്ചത്തെ കാണുമ്പോൾ വാവ് വണ്ടർഫുൾ നേച്ചർ എന്ന് പറയേണ്ടതിന് പകരം വണ്ടർഫുൾ ദ ക്രിയേച്ചർ ഓഫ് നേച്ചർ എന്ന് പറയാൻ കഴിയുന്നത്. ഇതാണ് ഈമാൻ. ശുക്രൻ അല്ലെങ്കിൽ ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിയെ കണ്ടു, അവിടെ നിർത്തരുത്. അൻ തതജാവസൽ ഖൽഖ ഇലൽ ഹഖ്, ഖൽഖിന്റെ അപ്പുറത്തേക്ക്, ഖൽഖിനെ മീറ്റ് ചെയ്യണം, നിർബന്ധമാണ്. ഒരു മനുഷ്യ ഉപകാരം ചെയ്യുമ്പോൾ നിന്നോട് നന്ദി പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി പറയുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ഒരു വസീലയാണ് സൃഷ്ടികൾ. അള്ളാഹുവിന്റെ വസീല, അള്ളാഹു ആകാശത്ത് എന്തില്ല, അവലം തഅലമു അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫില്ല, ആകാശത്ത് നിന്ന് സ്വർണ്ണം വെള്ളിയൊന്നും ഇറങ്ങി വരുമൊന്നുമില്ല. അത് അള്ളാഹു മനുഷ്യരിലൂടെയാണ് നമുക്ക് അതിന്റെ ഇടപാടുകൾ അള്ളാഹു എളുപ്പാക്കി തരാം. അതുകൊണ്ട് ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കായ അള്ളാഹുവിനെ അതിന്റെ പിറകിൽ കാണാൻ, അത് നിഅമത്തിനെ കാണുമ്പോൾ അതിന്റെ മുൻഇമിനെ കാണാൻ പറ്റണം. ഇത് നിഅമത്താണ്, ഭക്ഷണം, വെള്ളം, പാനീയം. ആ നിഅമത്തിലേക്ക് മാത്രം നോക്കി നിൽക്കരുത്. ഒരു അവിശ്വാസി ആ നിഅമത്തിനെ മാത്രം നോക്കുക. മുഅ്മിനായ മനുഷ്യൻ വസ്തുവിനെയല്ല കാണുക, ആ വസ്തുവിനെ കാണുന്നതോടൊപ്പം ആ വസ്തു ഉണ്ടാക്കി തന്ന മുൻഇം, നിഅമത്ത് ചെയ്തവനാരാണ്, അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അവിടെ നമ്മൾ മുഅ്മിനല്ലാത്തൊരു വ്യത്യാസപ്പെടുന്നത്. അല്ലാത്തൊരു പക്ഷേ നമ്മളെക്കാളും ഈ സാധനത്തെ, നിഅമത്തിനെ നമ്മളെക്കാളും സ്ക്രൂട്ടിനി ചെയ്ത് മനസ്സിലാക്കും. നമ്മൾ വാല്യൂ ചെയ്യുന്നതിനേക്കാളും ഇതിന് വിലയിടുന്നതിനേക്കാളും കൂടുതൽ ഇതിന്റെ ക്വാളിറ്റി വളരെ കൃത്യമായും പറയാനും രേഖപ്പെടുത്താനും അസസ്മെന്റ് നടത്താനും നമ്മളെ കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റിയേക്കും. പക്ഷെ അവരുടെ അപ്പുറത്തേക്ക് ഒരു മുൻഇമായ അള്ളാഹുവിലേക്ക് അവരെത്തൂല. നമ്മൾ മുഴുവനായിട്ടും അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിപ്പ് നടത്തുന്നത് അള്ളാഹുവാണ്. നമ്മുടെ സ്വഭാവങ്ങളെ, മനുഷ്യ സ്വഭാവങ്ങളെ, ജന്തുജാലങ്ങളെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുലേക്ക് പരിപൂർണമായി അഭയം പ്രാപിക്കും. അപ്പൊ വിശ്വാസിയല്ലാത്ത ഒരാൾ, തവക്കുലും ഈമാനുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കി. അവർക്ക് മഴ വരുമ്പോൾ പേടിയാവും, ഇടിം വെട്ടുമ്പോൾ പേടിയാവും, ജോലി സ്ഥലത്ത് പേടിയാണ്, എപ്പോഴാ പിരിച്ചുവിട്ടാൽ ഞാൻ എന്ത് ചെയ്യും, പേടിയാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് നെഗറ്റീവ് സാധ്യതകളെ കണ്ണിൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു അവിശ്വാസിയുടെ ജീവിതം ഉണ്ടാവുക. നമ്മളോ കിടന്നുറങ്ങാൻ പോയ ആഖിറത്തിലേക്ക് എത്തും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ബിസ്മിക റബ്ബി വളഅതു ജംബി, എന്തിനു പേടിക്കണം? നമ്മൾ വാഹനത്തിൽ കയറാൻ പോവാൻ, ആക്സിഡന്റ് ആവാം, എർത്ത് ക്വേക്ക് ഉണ്ടാവാം, എന്തും സംഭവിക്കാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, പടച്ചവനെ എനിക്ക് യാത്ര പോവേണ്ടതുണ്ട്, ഞാൻ പോവുകയാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു നീ പരിശുദ്ധനാണ്. സഖറ ലനാ ഹാദാ, ഈ വാഹനം നീ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അല്ലാഹുവേ ഇത് നിന്റെ സഹായമില്ലാതെ ഈ വാഹനം ഓടൂലായിരുന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഇനിയിപ്പോൾ ഇത് ചെറിയ യാത്രയാണ്, ഇത് കഴിഞ്ഞ് വലിയൊരു യാത്ര നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് പടച്ചവനെ. ഇതും പറഞ്ഞിട്ട് ആ ബൈക്കിൽ കയറുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കയറുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ യാത്രയിലാണ്, അങ്ങോട്ടാണ്, ഡെസ്റ്റിനേഷൻ ക്ലിയറാണ്. ഈ ഒരു ഈമാനും ചക്കവയും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ലോകത്ത് ജീവിക്കും? പേടിയാവൂലേ? എന്തിനും പേടിയായിരിക്കും. കച്ചവടക്കാർ പലപ്പോഴും ഭയങ്കരമായിട്ട് പേടിക്കും. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു കച്ചവടം, അതേമാതിരി കച്ചവടം കൊണ്ടുവന്നിട്ടാൽ ഭയങ്കര പേടിയായിരിക്കും. മുഅ്മിനായ മനുഷ്യൻ എന്താ പറയാ? അല്ലാഹുവേ നീയാണ് റിസ്ക് തരുന്നത്, റബ്ബേ എന്റെ വായ കീറിയ നീ അവന്റെ വായിൽ നിന്ന് എടുത്തിട്ട് എന്റെ വായിക്ക് തരുന്നല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടി റിസ്ക് തരുന്നാ പറഞ്ഞത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത് ഓരോരുത്തർക്കും കിട്ടാനുള്ളത് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് വേറെ ആരുടെ ഇത് എടുത്തിട്ടല്ല ഭക്ഷണം തരുന്നത്. ഒരു കുട്ടിന്റെ ഭക്ഷണം എടുത്തിട്ടല്ല മറ്റേ കുട്ടികളെ കൊടുക്കുക, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഭക്ഷണം അള്ളാഹു ഇറക്കി തരും. അതുകൊണ്ട് അള്ളാഹു, ഞാനൊരു കച്ചവടക്കാരനാണ്, എന്റെ അതേ ബിസിനസ് തൊട്ടപ്പുറത്ത് ഒരാൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്റെ കസ്റ്റമർ അവിടെ പോവോ, അയാളുടെ കസ്റ്റമർ ഇങ്ങോട്ട് വരുമോ, ഇതൊന്നും ആരും പേടിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് വേണ്ട കസ്റ്റമർ നിങ്ങൾക്ക് വന്നിരിക്കും, അവിടേക്ക് പോവേണ്ടത് അവിടേക്കും കൊടുത്തിരിക്കും. രണ്ടാൾക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് രണ്ടുപേരും അള്ളാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുക, ആരും ഒരാളോടും അസൂയപ്പെടരുത്. നമ്മുടെ അഖീദ അതാണ്, അള്ളാഹുവാണ് റാസിഖ്. നേരെ മറിച്ച് പടച്ചവന് വിശ്വാസമല്ല, വെറും മെറ്റീരിയലിസ്റ്റിക് ആണ്. അതെന്താ വിചാരിക്കുക, എന്റെ കമ്പനി, എന്റെ പ്രൊഡക്റ്റ്, എന്റെ കസ്റ്റമർ എനിക്ക് വേണം, എന്റേത്. അങ്ങനെയല്ല, അയാൾക്കുള്ള അള്ളാഹു നീ അയാൾക്കുള്ള കൊടുത്തേക്ക്, എനിക്കുള്ള മാത്രം എനിക്ക് തന്നാൽ മതി.
ഒരു ടെൻഷനുമില്ല, റിലാക്സ്. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ടെൻഷൻ അടിക്കരുത്. അള്ളാഹു വാലിയാണ്. അള്ളാഹുത്തെ ഒറ്റ കാര്യം പറയാം, നമുക്ക് അധികാരം തന്ന വിഷയങ്ങളുണ്ട്, നമുക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളുണ്ട്. നമുക്ക് അധികാരം തന്ന വിഷയങ്ങളിൽ അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ചെലവഴിച്ചാൽ, നമ്മൾ ജീവിച്ചാൽ, നമുക്ക് ആക്സസ് ഇല്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഇടപെടും. അള്ളാഹു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. എത്രയോ ആളുകൾ, പല ആളുകളുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ, ഒരുപാട് ജോലി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന എംപ്ലോയർ ഉണ്ടാവും. ആ വിലായത്തും അള്ളാഹുവിന്റെ വിലായത്തും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ? മനുഷ്യൻ മറ്റൊരു കൂട്ടം മനുഷ്യരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ആ ഏറ്റെടുക്കുന്ന ആൾ ആരാണോ അയാളുടെ മസ്ലഹത്തായിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക. തന്റെ പണിക്കാർ മുഴുവൻ ദാരിദ്ര്യത്തിലാണെങ്കിലും അവരുടെ ദാരിദ്ര്യം വെച്ച് ഞാൻ മുതലാളിയാവണം. അവരുടെ ഉറക്കൊഴിക്കലാണ് ചില മുതലാളിമാരുടെ ഉറക്കം, അവരുടെ തളർച്ചയാണ് ചില മുതലാളിമാരുടെ കഴിവ്. അവരുടെ കരുത്ത് കിട്ടണമെങ്കിൽ പണിക്കാരെ ഇടങ്ങാറാക്കണം. അവർ ബുദ്ധിമുട്ടായിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും പണിയെടുക്കുമ്പോൾ ഇയാൾക്കുണ്ടാവുന്നൊരു സുഖവും അയാളുടെ വരുമാനവും അയാളുടെ സമ്പത്തും. മനുഷ്യൻ ചെയ്യുന്ന ഇടപെടൽ വേറിയ കൂറും അങ്ങനെയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുമ്പോൾ അള്ളാഹുവിന്റെ വല്ല മസ്ലഹത്തും അള്ളാഹുവിന് നേടേണ്ടതുണ്ടോ? ഒന്നുമില്ല. എത്രയോ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തസറുഫ് അള്ളാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല ഇടപെടുന്നത്. അബ്ദി, അള്ളാഹു തആല പറയാം. ഇതൊരു നീണ്ട ഒരു ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. അബ്ദി ഖലഖതുസ് സമാവാതി വൽ അർള വലം അഅയ ബിഖൽഖിഹിന്ന. എൻ്റെ അടിമയെ, മനുഷ്യരെ, ആകാശവും ഭൂമിയും ഞാനാ പടച്ചത്. വലം അഅയ ബിഖൽഖിഹിന്ന, അവരെ പടച്ചിട്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല. നമ്മൾ ക്ഷീണിക്കുമല്ലോ, തളരുമല്ലോ. കുറെ ജോലി ചെയ്താൽ പിന്നെ ടയർഡാവും, ഒരു കോഫി വേണമെന്ന് തോന്നും, നമുക്ക് കിടന്നുറങ്ങണമെന്ന് തോന്നും. ഉണ്ടാക്കുന്നു അത്. സുബ്ഹാനക യാ റബ്ബ്. വലം അഅയ ബിഖൽഖിഹിന്ന, ഈ പ്രപഞ്ചം പടച്ചിട്ടൊന്നും മനുഷ്യ ഞാൻ ക്ഷീണിച്ചിട്ടില്ല. അഫയുഈനി റഗീഫുൻ അസൂഖുഹു ലക കുല്ല ഹീൻ. അതുകൊണ്ട് നിനക്ക് ഓരോ നേരത്തും കഴിക്കാനുള്ള ഭക്ഷണം നിന്റെ വായിലേക്ക് കൊണ്ടുതരുന്നതുകൊണ്ട് എനിക്ക് വല്ല ക്ഷീണം പറ്റുമോ? നീ എന്തിനാ പേടിക്കണത് എന്ന് മാവത്തല ചോദിക്കുക. എന്നിട്ട് പറഞ്ഞു, ലീ അലൈക ഫരീള വലക അലയ്യ റിസ്ഖ്. എനിക്ക് നീ ചെയ്തു തരേണ്ട ചില ഫർളുകളുണ്ട്, അത് നീ ചെയ്തേ പറ്റൂ. നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട ബാധ്യത നിന്റെ റിസ്ഖാണ്. നിനക്ക് ജീവിക്കാൻ ആവശ്യമായത് ഞാൻ തരണം, അത് ഞാൻ തരും. എനിക്ക് നീ തരേണ്ടത് എന്റെ ചില ഫർളുകളുണ്ട്, ഫർളായ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ, അത് നീ ചെയ്യണം. ഫഇൻ ഖാലഫ്തനി ഫീ ഫരീളതി ലം ഉഖാലിഫ്ക ഫീ റിസ്ഖിക. എനിക്ക് തരേണ്ട ഫർളിൽ നീ എന്തെങ്കിലും മിസ്റ്റേക്ക് നടത്തിയാൽ പോലും ഞാൻ നിനക്ക് തരേണ്ടതിൽ ഞാൻ എന്ത് ചെയ്യൂല, അതിനെതിരെ ചെയ്യൂല. ഞാൻ റിസ്ക് ഏറ്റെടുത്തതല്ലേ, ഞാൻ തന്നിരിക്കും. പക്ഷെ എന്റെ നിസ്കാരം നിസ്കരിച്ചില്ല എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ ഭക്ഷണം തരാണ്ടിരിക്കൂല. ഞാൻ തരേണ്ട റിസ്ക് നിനക്ക് ഞാൻ തന്നിരിക്കും. വഇസ്സതി വജലാലി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇല്ലം തർള ബിമാ ഖസംതുഹു ലക്, ഞാൻ നിനക്ക് ഓഹരി വെച്ച് തന്ന നിന്റെ റിസ്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നീ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ, ഫലഉസല്ലിതന്ന അലൈക ദുനിയ, ഈ ലോകം നിനക്ക് ഭാരമാക്കും ഞാൻ. തർഖുദു ഫീഹാ റഖലൽ വുഹൂശി ഫിൽ ബദിയ, കാടുകളിൽ ഹിംസ്ര ജന്തുക്കൾ, സിംഹവും കടുവയുമൊക്കെ മാൻപേടകൾക്ക് പിന്നാലെ ഓടുന്ന പോലെ ഓടി ഓടി തളർന്നിട്ടായിരിക്കും നിനക്ക് ഭക്ഷണം കിട്ടുക. സുമ്മ ലാ യനാലുക മിൻഹാ ഇല്ലാ മാ ഖസംതുഹു ലക് വകുൻത ഇൻദി മദ്മൂമ. അങ്ങനെ നീ ഓടിത്തളർന്നിട്ട് അവസാനം നിനക്ക് കിട്ടുന്ന റിസ്ഖോ ഞാൻ ആദ്യം തീരുമാനിച്ചു വെച്ച തന്നെ നിനക്ക് കിട്ടുള്ളൂ, അല്ലെ ഏറെ കിട്ടൂല്ല. അതോടൊപ്പം വകുൻത ഇൻദി മദ്മൂമ, നീ എൻ്റെ അടുത്ത് നിലയും വിലയില്ലാത്ത മനുഷ്യനായി മാറും. ഞാൻ തന്നത് നിനക്ക് പൊരുത്തമായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പൊരുത്തപ്പെടുക. അള്ളാഹു എനിക്ക് പൊരുത്തമാണ്, ഏറെ തരണേ പഠിച്ചോനും ചോദിച്ചോളൂ, അതിന് കുഴപ്പമില്ല. അള്ളാഹുവിനോട് ഏറെ ചോദിച്ചോളൂ. വഇൻദല്ലാഹിൽ മസീദ്, അള്ളാഹുവിനെ തരാൻ പറ്റും. പക്ഷെ ഉള്ളത് എനിക്ക് പോരാ. ഉള്ളതിൽ നമ്മൾ ഈ സമയം അള്ളാഹുവിനെ സംബന്ധിച്ച ഖബൂലിയത്തിലും അള്ളാഹുവിനെ സംബന്ധിച്ച് റിളായിലുമാവണം. എങ്ങനെ ആവരുത്? എനിക്ക് എൻ്റെ ജോലിയൊക്കെ ഉഷാർ പ്രൊമോഷനൊക്കെ കിട്ടിയാൽ ഞാൻ അപ്പോൾ അള്ളാഹ്ക്ക് നന്ദിയൊക്കെ പറയും. ഇപ്പം പറയാനായിട്ടില്ല, എനിക്ക് ഞാൻ വിചാരിച്ചത്ര കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരിക്കലും പറയരുത്. അങ്ങനെ നീ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ജന്തുക്കൾ ഓടുന്ന പോലെ നിന്നെ ഞാൻ ഓടിക്കും. ലോകം നിനക്ക് ഭാരമാവും. അപ്പൊ നിസ്കരിക്കാൻ വരാൻ പറ്റൂല, ഖുർആൻ ക്ലാസ്സിന് വരാൻ പറ്റൂല, കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുന്നില്ല, നല്ല ദിക്ർ ചൊല്ലാൻ വരാൻ പറ്റുന്നില്ല, സ്വലാത്തിന് ഇരിക്കാൻ പറ്റൂല. ജീവിതം ഭാരമാകും. എന്തേ? ജോലി തിരക്ക്, എന്തേ? ബിസിനസ്, എന്തേ? അതും ഇതും. ഇങ്ങനെ നിനക്ക് ലോകം ഭാരമാകും. അത് വലിയൊരു അപകടമാണ്. അങ്ങനെ ആവരുത്. അങ്ങനെ മനുഷ്യൻ ദുന്യാവ് കൊണ്ട് ശുഗലാവും, ഭൗതികത കൊണ്ട് നമ്മുടെ ജോലി നമുക്ക് ഭാരമായിട്ട് മാറും. അങ്ങനെ അള്ളാഹു നീ കണക്കാക്കിയത് മാത്രമേ ആ മനുഷ്യന് കിട്ടുള്ളൂ.
അതോടൊപ്പം ആ മനുഷ്യൻ ഏറ്റവും വലിയ നിന്ദ്യനായ അള്ളാഹിന്റെ മുമ്പിൽ മാറുകയും ചെയ്യും. അൻത തുരീദു വ അന ഉരീദ്. അള്ളാഹു പറയാ, നീയും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, ഞാനും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അള്ളാഹ് പറയാ, നമുക്ക് ചില പ്ലാനുകളുണ്ട്, അള്ളാഹുവിനും പ്ലാനുണ്ട്. ഫഇദാ സല്ലംത ലീ ഫീമാ ഉരീദ് കഫൈതുക മാ തുരീദ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എനിക്ക് വേണ്ടി നിർവഹിച്ചു തന്നാൽ നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു തരും. ഫഇല്ലം തുസല്ലിം ലീ ഫീമാ ഉരീദ് അത്അബ്തുക ഫീമാ തുരീദ് സുമ്മ ലാ യകൂനു ഇല്ലാ മാ ഉരീദ്. ഞാൻ ഉദ്ദേശിച്ചത് നീ എനിക്ക് നൽകിയില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ നിന്നെ ഞാൻ തളർത്തിക്കളയും. എന്നിട്ട് അവസാനം നടക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. ഖലഖ്തു ലക അസ്സമാവാതി വൽ അർള് മിൻ അജ്ലിക ഫലാ തതഅബ്. ആകാശങ്ങളും ഭൂമിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ പടച്ചത്. ഫലാ തതഅബ്. നീ വെറുതെ ടയർഡ് ആവണ്ട, ക്ഷീണിക്കണ്ട. നിനക്ക് വേണ്ടിയാണ് പഠിച്ചത്, നിനക്ക് വേണ്ടിയാണ് പഠിച്ചത്, നീ ക്ഷീണിക്കണ്ട. അള്ളാഹു അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നാൽ അത് തന്നെ ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ. നമുക്കൊക്കെ ആശ്വസിക്കാൻ അത് മതി. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഖലഖ്തുക, അതുകൊണ്ട് ഖലഖ്തു ലക അസ്സമാവാതി വൽ അർള് മിൻ അജ്ലിക, നിനക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ പഠിച്ചത്. ഫലാ തതഅബ്, അതുകൊണ്ട് നീ ക്ഷീണിക്കരുത്. വ ഖലഖ്തുക മിൻ അജലി ഫലാ തതഅബ്, നീ ഫലാ തൽഅബ്, നിന്നെ പഠിച്ചത് എനിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് നീ കളിച്ചടക്കരുത്. ഫലാ തൽഅബ്, പ്രപഞ്ചം മുഴുവൻ പഠിച്ചത് നിനക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് നീ ക്ഷീണിക്കണ്ട, നീ ടയർഡ് ആവണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ നിന്നെ പഠിച്ചത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അതുകൊണ്ട് ഫലാ തൽഅബ്, അതുകൊണ്ട് കളിച്ച് നടക്കരുത്. കളി ഒരു പ്രധാന പരിപാടിയായി കൊണ്ടുനടക്കരുത്. കളിക്കണം, ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി കളിക്കണം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു മാച്ച് നടത്തി, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ കളി ഒരു ജീവിതമായി മാറുക. വെറും കളി, എപ്പോഴും കളി, അങ്ങനെ ആവരുത്. ഫബിഹഖി അലൈക ലാ തതശാഗൽ ബിമാ ളമൻതുഹു ലക്, നിനക്ക് ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നീ ശുഗലാവരുത്. അമ്മ ഫ്തറൽതുഹു അലൈക, നിനക്ക് ഞാൻ ഫറലാക്കിയ വിഷയങ്ങളെ മറന്ന് നിന്നിൽ ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ നീ വ്യാപൃതനാവരുത്.